ഷാങ്ഹായ് സർക്യൂട്ടിൽ കണ്ണീരോടെ തന്റെ കന്നി വിജയ കിരീടം ഏറ്റുവാങ്ങി മെഴ്സിഡസിന്റെ കൗമാര താരം കിമി ആന്റണലി. 2026 മാർച്ച് 15 ഞായറാഴ്ച നടന്ന ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ പോൾ പൊസിഷനിൽ നിന്ന് റേസ് ആരംഭിച്ച 19-കാരനായ ഈ ഇറ്റാലിയൻ താരം മെഴ്സിഡസ് ടീമിലെ തന്റെ സഹതാരവും ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ മുന്നിലുള്ള വ്യക്തിയുമായ ജോർജ് റസലിനെ പിന്തള്ളിയാണ് ചരിത്ര വിജയം സ്വന്തമാക്കിയത്. ഫോർമുല 1 ചരിത്രത്തിൽ റേസ് വിജയിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡ്രൈവർ എന്ന റെക്കോർഡ് ഇതോടെ ആന്റണലി സ്വന്തമാക്കി. 2016 18-ാം വയസ്സിൽ റെഡ് ബുള്ളിനായി വിജയിച്ച മാക്സ് വെർസ്റ്റാപ്പൻ മാത്രമാണ് ഇനി ഈ പട്ടികയിൽ ആന്റണലിക്ക് മുന്നിലുള്ളത്. കൂടാതെ ശനിയാഴ്ച നടന്ന യോഗ്യതാ റൗണ്ടിൽ ഒന്നാമതെത്തിയതോടെ F1 ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പോൾ സിറ്റർ എന്ന റെക്കോർഡും ആന്റണലി സ്വന്തം പേരിൽ കുറിച്ചിരുന്നു. 2006 ജിയാൻ കാർലോ ഫിസിക്കലിക്ക് ശേഷം F1 റേസ് ജയിക്കുന്ന ആദ്യ ഇറ്റാലിയൻ ഡ്രൈവറാണ് ആന്റണലി. എന്റെ സ്വപ്നങ്ങളിലൊന്ന് സാക്ഷാത്കരിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി. എനിക്ക് വാക്കുകളില്ല, ഞാൻ ശരിക്കും കരയുകയാണ്. വിജയത്തിന് ശേഷം റേഡിയോയിലൂടെ ആന്റണലി പ്രതികരിച്ചു. 7 തവണ ലോക ചാമ്പ്യനായ ലൂയിസ് ഹാമിൽട്ടൺ 3-ാം സ്ഥാനത്തെത്തിയത് റേസിലെ മറ്റൊരു ശ്രദ്ധേയമായ കാഴ്ചയായി. കഴിഞ്ഞ വർഷം ഫെരാരിയിൽ ചേർന്നതിന് ശേഷമുള്ള ഹാമിൽട്ടന്റെ ആദ്യ പോഡിയം നേട്ടമാണിത്. തന്റെ സഹതാരം ചാൾസ് ലെക്ലെയറുമായി നടന്ന കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഹാമിൽട്ടൺ 3-ാം സ്ഥാനം ഉറപ്പിച്ചത്. ലെക്ലെയർ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. നിലവിലെ ലോക ചാമ്പ്യൻ ലാൻഡോ നോറിസിനും സഹതാരം ഓസ്കാർ പിയാസ്ട്രിക്കും കാറിലെ സാങ്കേതിക തകരാറുകൾ മൂലം റേസ് തുടങ്ങാനായില്ല എന്നത് മക്ലാരൻ ടീമിന് വലിയ തിരിച്ചടിയായി. ഒലിവർ ബിയർമാൻ, പിയറി ഗ്ലാസി, ലിയാം ലോസൺ എന്നിവർ യഥാക്രമം 5, 6, 7 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തു. കഴിഞ്ഞ വാരം ഓസ്ട്രേലിയയിൽ നടന്ന ഉദ്ഘാടന റേസിൽ റസലിന് പിന്നിൽ രണ്ടാമനായി ആന്റണലി ഫിനിഷ് ചെയ്തിരുന്നു. തുടർച്ചയായ 2-ാം റേസിലും 1, 2 സ്ഥാനങ്ങൾ സ്വന്തമാക്കിയ മെഴ്സിഡസ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ ആധിപത്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് 27-ന് നടക്കേണ്ടിയിരുന്ന ഫൈനലിസിമ ഫുട്ബോൾ മാച്ച് റദ്ദാക്കി. സംഘർഷം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിച്ചതിന് പിന്നാലെയാണ് മത്സരം ഉപേക്ഷിക്കുന്നതെന്ന് യുവേഫ അറിയിച്ചു. ലയണൽ മെസ്സിയും ലാമിനെ യമാലും നേർക്കുനേർ വരുന്ന പോരിനായി കാത്തിരുന്ന ഫുട്ബോൾ ആരാധകർ ഇതോടെ നിരാശരായി. യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയുമാണ് ഫൈനലിസിമ കിരീടപ്പോരിൽ നേർക്കുനേർ വന്നത്. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കേണ്ടിയിരുന്നത്. മത്സരവേദി ഖത്തറിൽ നിന്നും മാറ്റാൻ ഖത്തർ അധികൃതരും യുവേഫയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ അർജന്റീനയുമായി ധാരണയിൽ എത്താൻ കഴിയാതെ വന്നു. മത്സരം 2 പാദങ്ങളിലായി നടത്താനുള്ള നീക്കവും അർജന്റീന തള്ളി. മത്സരം മാർച്ച് 31-ന് നടത്താൻ നീലപ്പട തയ്യാറായെങ്കിലും സ്പെയിനിന്റെ ഷെഡ്യൂൾ തിരിച്ചടിയായി. ഒടുവിൽ ഫൈനലിസിമ കിരീടപ്പോര് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. മെസ്സിയുടെ പിൻഗാമിയാകുമെന്ന് കരുതുന്ന സ്പാനിഷ് യുവതാരമാണ് ലാമിനെ യമാൽ. മെസ്സിയും യമാലും ആദ്യമായി പരസ്പരം പോരടിക്കുന്ന മത്സരമാകും ഇതെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കുഞ്ഞു യമാലിനെ കയ്യിലെടുത്തിരിക്കുന്ന മെസ്സിയുടെ ചിത്രവും വൈറലായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ മാന്ത്രിക സ്പിന്നർ കുൽദീപ് യാദവ് വിവാഹിതനായി. ബാല്യകാല സുഹൃത്തായ വൻഷിക ചദ്ദയാണ് വധു. ഉത്തരാഖണ്ഡിലെ മസൂറിയിലുള്ള പ്രശസ്തമായ ദി സാവോയ് ഹോട്ടലിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ജീവിതത്തിലെ പുതിയ ഇന്നിംഗ്സിന് തുടക്കമിട്ടിരിക്കുകയാണ് താരം. കഴിഞ്ഞ വെള്ളിയാഴ്ച മെഹന്തി സംഗീത് ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. പ്രശസ്ത സൂഫി ഗായകൻ ബിസ്മൽ അവതരിപ്പിച്ച സംഗീത വിരുന്നു ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. ഇന്ത്യൻ ടീമിലെ സഹതാരങ്ങളായ യുസ്വേന്ദ്ര ചഹൽ, റിങ്കു സിംഗ്, തിലക് വർമ്മ എന്നിവരും മുൻ താരങ്ങളായ സുരേഷ് റെയ്ന, മുഹമ്മദ് കൈഫ്, പീയൂഷ് ചൗള എന്നിവരും ചടങ്ങിൽ നേരിട്ടെത്തി ആശംസകൾ നേർന്നു. BCCI പ്രതിനിധികളും അടുത്ത ബന്ധുക്കളും മാത്രമാണ് മസൂറിയിലെ ചടങ്ങിൽ പങ്കെടുത്തത്.